പാർവതീയേ നമഃ. യാ ദേവീ സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കേണ്ടവർ സ്ക്രോള് നോക്കി വിളിക്കുക. ഇപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുണ്ട് ഈ നമ്പറിൽ. ആ നമ്പറിൽ വിളിച്ചാൽ പരിപാടിയിൽ പങ്കെടുക്കാനാവില്ലെന്ന് വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഏത് വിഷയമാണെന്ന് ഞാൻ വണ്ടിയിലിരുന്ന് ആലോചിച്ചു. ഒന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ശബരിമലയിലെ പോറ്റിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. പലർക്കും ദൈവീകതയിൽ തെറ്റിദ്ധാരണ വരുന്ന കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചത്. അതായത് ഈ ദൈവങ്ങൾക്ക് അവരുടെ സംരക്ഷിക്കാൻ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുണ്ട്. അങ്ങനെയൊക്കെ ഒന്നാമത് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഭയങ്കരമായിട്ട് നടക്കുകയാണ്. പക്ഷേ ഈ ദൈവിക പ്രവർത്തനം, എൻ്റെ ഭാഷയിൽ പരാശക്തിയുടെ പ്രവർത്തനം, നമ്മൾ മനുഷ്യരുടെ പ്രവർത്തനവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അത് ആക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് ആക്ട് ചെയ്യുകയുള്ളൂ. നമ്മളെപ്പോലെ ഒരാൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ കോപിക്കുക, കയറി അടിക്കുക, അങ്ങനെ മനുഷ്യ സഹജമായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ജന്തു സഹജമായ, ഇപ്പോൾ ഒരു പട്ടികൾ തമ്മിലൊക്കെ കടികൂടുന്നതെല്ലാം കണ്ടിട്ടില്ലേ? ഒരു എല്ലും കഷ്ണത്തിന് വേണ്ടി അവർ കടിയൊക്കെ കൂടും. അതുപോലെയല്ല ദൈവത്തിൻ്റെ പ്രവർത്തനം എന്നാണ് ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിൽ, അതായത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് പ്രവർത്തനം വേറെ തന്നെയാണ്. ആദ്യം ഒന്ന് അയച്ചു വിടുക എന്നുള്ളതും ദൈവിക ശക്തിയുടെ പ്രത്യേകതയാണ്. അതാണ് പോയിട്ട് ഇത് തുടങ്ങിയിട്ട് കുറേ ആയി. ഏതാണ്ട് 6-7 കൊല്ലമായിട്ട് അവിടെ കിടന്ന് അങ്ങനെ കളിക്കുകയാണ് അയാൾ. അതിന് മുമ്പേ കളി കുറേശ്ശെ ഉണ്ട്. അങ്ങനെ കളിച്ച് അയാളെ കയറൂരി വിട്ടു അയ്യപ്പൻ തന്നെ. എന്നിട്ട് പിടിക്കേണ്ട സമയത്താണ് പിടിക്കുക. അത് അപ്പോഴേക്കും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ അവന് തന്നെ ഉത്തമ ബോധ്യം. അവന് പോലും ഞാൻ അപരാധിയാണെന്ന് അവനിപ്പോൾ മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ അയച്ചു വിട്ടിട്ടാണ് ഈ മത്സ്യം കൊത്തിക്കഴിഞ്ഞാലും ചൂണ്ടയിടുന്നവർ കുറച്ചുകൂടി അയച്ചു കൊടുക്കും, ശരിയായ രൂപത്തിൽ കൊത്തട്ടെ എന്ന് വെച്ചിട്ടാണ്. അതാണ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക്. ഞാനൊക്കെ ചെറുപ്പത്തിൽ തോടിലൊക്കെ പുഴയിലൊക്കെ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട്. കുറച്ച് അയച്ചു കൊടുക്കും, എന്നിട്ടാണ് ഇങ്ങോട്ടേക്ക്. അതേപോലെയാണ് ഇപ്പോൾ അയ്യപ്പ ചെയ്തത്. അതിനെക്കുറിച്ച് പറയാം. ഒരു കോളുണ്ട്. ഹലോ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുഞ്ഞുമംഗലം. പറയൂ. 1989 ഏപ്രിൽ 26 രാത്രി 2:02 AM. നക്ഷത്രം എന്താണ്? മൂലം. 2:02 AM. ഓക്കെ. ആരുടേതാണെന്നും പറയൂ. ചേച്ചിയുടെ മോളതാ. ചേച്ചിയുടെ മോളത്. വീടെടുക്കാൻ പറ്റിയ സമയമാണ്. ശരി, എല്ലാം അറിയാൻ പറ്റും. ഓക്കെ. ഇപ്പം നടക്കുന്നത് ചന്ദ്രദശയാണ്. ചന്ദ്രദശയിൽ ഇപ്പോൾ ബുധൻ്റെ അപഹാരം. ഇപ്പം അടുത്ത 9 മാസം വരെ അനുകൂലമായ സമയമാണ്. 9 അല്ല, 11 മാസം. അവർ ഇപ്പം വീടിൻ്റെ കുറ്റിയൊക്കെ അടിച്ചോ? ഇല്ല. അടിച്ചോളാൻ പറയൂ. ആ, വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും. ഓ, ഇവർ ജോലി ചെയ്യുന്നുണ്ടോ? ഈ
ആ ഇപ്പൊ ഒരു ഇംഗ്ലീഷ് മീഡിയത്തില് ടീച്ചറായിട്ട് പോകുന്നുണ്ട്. അതന്നെ. അവര് ഇവിടെയല്ല, പുറത്താണ്. ആ ശരി. ആ പുറത്ത് പറഞ്ഞ ആ വേറെ സ്റ്റേറ്റില്, ഗൾഫിലല്ല. ആ മനസ്സിലായി. ആ അപ്പൊ അവര് പിന്നെ ഒരു സ്ഥലം ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ വീട് എടുക്കാൻ പറ്റുമോ ഓ, അവിടെ? ഒരു പ്രശ്നവും വരില്ല. വേഗം ഉത്സാഹിച്ച് നോക്കാൻ പറയൂ. ഓ ഓ ആ ഇത് അധികം താമസിച്ചാൽ പിന്നെ മോശമല്ലേ? വയസ്സിപ്പം അതായല്ലോ. ഇപ്പോൾ ഇനി അങ്ങോട്ട് താമസിക്കുന്നതിന് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഇതല്ലേ. ആ അപ്പം അതുകൊണ്ട് നടക്കും, കാര്യങ്ങൾ നടക്കും. ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ ഉദ്ദേശിക്കാത്ത ലെവലിലുള്ള നല്ല വീട് തന്നെ എടുക്കാനും പറ്റും. മോളും മോളും ഭർത്താവും ആ അവരെല്ലാം എങ്ങനെയുണ്ട്? അതെല്ലാം എന്താണ് ഇപ്പോൾ ഒന്നും വലിയ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. അയാളൊരു പാവല്ലേ, അതെ. വട്ടമുഖ ശരിയാണ്. വട്ടമുഖമായിട്ട് ഒരു പാവം, അതെ, അതെ. ഒരു പാവം മനുഷ്യൻ. പട്ടാളക്കാരനാണെങ്കിലും അതിൻ്റെ ഈ തോക്കെടുത്ത് വെടിവെക്കാനൊന്നും ഇല്ല, വരില്ല. നല്ല മോനാണ്. അയാൾ വെറും പാവം, നല്ല മനുഷ്യനാണ്. അതെല്ലാം ഒന്നിനും കുഴപ്പമൊന്നും കാണുന്നില്ല. ആ എല്ലാം സൂപ്പറായി കാണുന്നു. ഓക്കെ, ആ, ആയിക്കോട്ടെ. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. ശരി. ഓ ഓ അപ്പോൾ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് പലർക്കും അറിയില്ലെന്നേ. അതെന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഗതി കാണിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറെ തമാശ. ദൈവം അവരുടെ പരിപാടികളും പ്രവർത്തനങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട മനുഷ്യരെ ഒന്നും കാണിച്ചു കൊടുക്കില്ല, ഒന്നും ചെയ്യില്ല, അങ്ങനെ അങ്ങ് വിട്ടേക്കും. എൻ്റെ വിഷയത്തിൽ അത് മറ്റൊരു കേസായി മാറി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉറപ്പിച്ചങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ഇവരുടെ പദ്ധതികളും പ്ലാനുകളൊക്കെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്, എന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. അറിയാത്ത കാര്യം അറിയുന്നു പറയുന്നത് പോലും അവർക്ക് വിരുദ്ധമായിട്ട് വരും. നിനക്കത് അറിയില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് അതിനെപ്പറ്റി പറഞ്ഞത്, അങ്ങനെ പറഞ്ഞത് എന്നൊരു ചോദ്യം വരും എന്നോട്. അതുകൊണ്ട് എനിക്കങ്ങനെ അതെന്തുകൊണ്ടാണെന്നറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേതെനിക്കറിയാം, അവരുടെ പദ്ധതിയും പ്ലാനെല്ലാം അറിയാം. പക്ഷെ അത് നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്നും അറിയാം. പക്ഷെ ഇതെന്നെ തിരഞ്ഞെടുത്ത് എന്ത്, ഞാൻ പലതവണ പറഞ്ഞതാണ്. ഒരു മാറ്റവും എൻ്റെ ഭാഗത്ത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. എന്നെ ഇഷ്ടപ്പെടുന്നവരാവട്ടെ, എന്നെ ഇഷ്ടപ്പെടാത്തവരാവട്ടെ, സ്വാഭാവികം മാത്രം. എല്ലാവർക്കും എല്ലാവരെയും ഒന്നും ഉൾക്കൊള്ളാനാവില്ല, ഇഷ്ടപ്പെടാനാവില്ല. ഇനി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ദൈവത്തിൻ്റെ പണിയെടുക്കുന്ന പൂജാരിക്ക് പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ, ഇവനാരുടെ ഇത്ര വലിയ വർത്താനം പറയാൻ, ഞാനെന്താ ദൈവത്തിൻ്റെ ആളല്ലേ, എന്നെ എന്താ. അതുണ്ടാവാം, അയാളെ ചിലപ്പോൾ ഉണ്ടാവാം, എനിക്കറിയില്ല. എനിക്കെൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റും. അയാൾ ഇപ്പോൾ ഇതേപോലൊരു അവസരം വന്നാൽ അയാൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. അങ്ങനെയുള്ളൊരു സത്യാന്തനായ ഒരു ദൈവിക വഴിയിൽ സഞ്ചരിക്കുന്ന, അതിന് മാത്രമല്ല, അതിന് ജാതി മതങ്ങളൊന്നും ബാധകമല്ല. അതും പ്രത്യേകം മനസ്സിലാക്കണം. ദൈവത്തിന് അങ്ങനെ ഒരു മതവുമില്ല, ഒരു ജാതിയുമില്ല. അതൊക്കെ വെറുതെ ഉള്ള നമ്മൾ മനുഷ്യർ ഉള്ള ഇത് മാത്രമാണ്. ദൈവത്തിന് അങ്ങനെ യാതൊരു തരത്തിലുള്ള ജാതി മതഭേദങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഞാനൊന്ന് മനസ്സിലാക്കിയൊരു കാര്യം, ദൈവം വയറ്റിലേക്ക് നോക്കില്ല എന്നുള്ളൊരു അറിവും എനിക്കുണ്ട്. അതായത് നിങ്ങൾ എന്താണ് തിന്നുന്നത് അതൊന്നും ദൈവത്തിൻ്റെ പണിയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലർ എന്തോ ഭയങ്കരം, അതായത് ചില വ്രതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ ചില ഭക്ഷണ നിയന്ത്രണങ്ങൾ, അതൊക്കെ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ പരുവപ്പെടുത്താനും ഒക്കെ വേണ്ടി വരും. അതേസമയം നിങ്ങൾ ദൈവികമായ പന്ഥാവിൽ ലാസ്റ്റ് എത്തുന്ന അവധൂതാവസ്ഥ, അവരെന്തൊക്കെയാണ് വാരി തിന്നുക. ഈ കൊയിലാണ്ടി ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അയാൾ ഈ കോഴിയുടെ ചണ്ടിയൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ വാരി തിന്നു എന്നാണ് പറയുന്നത്. അവധൂതന്മാരുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവമാണല്ലോ അത്.
അവർ പിന്നെ എന്താ പറയുക, ഈ ചത്ത് കിടക്കുന്ന ശവം പോലും വാരി തിന്നുന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അഘോരി സമ്പ്രദായത്തിൽ. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അത് വിശദീകരിക്കാൻ പറ്റില്ല, കാരണം ഞാനൊക്കത് നേരിട്ട് ബോധ്യപ്പെടാത്ത കാര്യം ഞാൻ അങ്ങനെ പറയുന്നില്ല. എങ്കിലും വായനാറിവിലൂടെ അഘോരികളെ കൊണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഈ തലയോട്ടിയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഈ കുംഭമേളക്ക് കാണുന്ന അതല്ല, അത് കുറച്ച് പേര് ഡാൻസ് കളിക്കുന്നതാണ്. അത് റീലിടാൻ വേണ്ടി വേഷം കെട്ടി ഡാൻസ് കളിക്കുന്നവരും അതിലുണ്ട്. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, ജനുവരി 15. ഒന്ന് സമാധാനപ്പെടും. എവിടുന്നാണ് വിളിക്കുന്നതെന്നെല്ലാം പറയൂ. നമുക്കൊരു അഞ്ചരക്കണ്ടി പറയൂ. ഡേറ്റ് പറയൂ. ജനുവരി 15. ജനുവരി 15. 1996. സമയം പറയൂ. രാത്രി 10 മണി 2 മിനിറ്റ്. 10 മണി 2 മിനിറ്റ്. നക്ഷത്രം വിശാഖം. ആരുടേതാണെന്ന് പറയൂ. ആരുടെ? ചേച്ചിയുടെ മോളുടെ. എന്താണ്? പൊതുവായിട്ട് അറിയാലോ, ജോലിയല്ല. ഇപ്പൊ ആദ്യം ജോലി പുറത്തേന്, ഇപ്പൊ അവിടുന്ന് IT ഫീൽഡാണ്. ഇപ്പം ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. ജോലിയല്ല എപ്പ ശരിയാവുന്നല്ലോ. ഇപ്പൊ എന്താണ് ജോലി? ശരിയാ. അവിടുന്ന് ഇവിടുന്ന് പോയിട്ട് ആസ്ട്രേലിയ ജോലി ചെയ്തിട്ട് ഇപ്പം പിന്നെ നാട്ടിൽ വന്നിട്ടുണ്ട്. ശരി. അവിടെയുള്ള പ്രോജക്ട് വർക്ക് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വന്നിട്ട് ബാംഗ്ലൂരിൽ ജോലി നോക്കണം. നോക്കാം, അതിനെന്താണ് പ്രശ്നം? അല്ല, കമ്പനി എഴുതിയിട്ട് ഇന്റർവ്യൂ എല്ലാം കഴിയണ്ടേ? അതെ, അതൊക്കെ നടക്കുന്നേ. അത് ചോദിക്കാം. ജോലിയെല്ലാം കിട്ടും. പിന്നെ കല്യാണമെല്ലാം. അല്ല, കല്യാണത്തിന്റെ വേറെ കാര്യം. ജോലി ഇപ്പം ജോലിയെല്ലാം ശരിയാവുക. ജോലി ഇപ്പൊ നല്ല സമയം തന്നെയാണ്. അതെ, നല്ല ജോലി ഇപ്പം തന്നെ കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. വലിയ താമസമൊന്നുമില്ല. ആസ്ട്രേലിയയിലും പോയി വന്നതല്ലേ, കമ്പനി തന്നെ അയച്ചതല്ലേ. അപ്പോൾ ആളെ ഏബിളല്ലേ, പിന്നെന്താണ്? സമയം നല്ലതാണ്. സമയമൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ശനിദശ തീരാൻ പോവുകയാണ്. ശനി നല്ല ബലവാനാണ്. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ശനിയുടെ ഒരു ദോഷവും അനുഭവിക്കാതെ ആദ്യം പഠിപ്പിലും എല്ലാ കാര്യത്തിലും നന്നായി വന്നില്ലേ. ഇപ്പം നടക്കുന്ന വ്യാഴാപഹാരം, വ്യാഴാപഹാരം അതും വ്യാഴവും നല്ല ബലമുണ്ട് ഇവിടെ. വ്യാഴാപഹാരത്തിൽ അതും ശരിയാവും. പിന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇനി ചിലപ്പോൾ ബുധനിലായിരിക്കും അത്. താല്പര്യരാഹിത്യം കാണുന്നുണ്ട്. വിവാഹത്തോടൊരു പുറംതിരിഞ്ഞ് നിൽപ്പുണ്ട്. അതുകൊണ്ട് അത് നല്ല ജോലിയെല്ലാം ശരിയാവും. വിചാരിച്ചങ്ങനത്തെ ജോലിയെല്ലാം ശരിയാവും. വിചാരിച്ചങ്ങനത്തെ ജോലിയെല്ലാം ശരിയാവും. ജോലി ഇപ്പം തന്നെ ശരിയാവും. ഇപ്പം തന്നെ ബാംഗ്ലൂരേക്ക് അടുത്ത് തന്നെ പോവും. അതൊരു വലിയ സബ്ജക്റ്റ് അല്ല. ആരോടെങ്കിലും അടുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും ശരിയായില്ല അല്ലേ? അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു. ഇനിയിപ്പം മര്യാദക്ക് നടക്കട്ടെ. പറഞ്ഞ മനസ്സിലായില്ല? ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? അതായത് ഞാൻ പറയുന്നത്, ഇവളെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയിലേക്കും പോകുമെന്നും ധനപരമായി വലിയ മുന്നേറ്റമുണ്ടാവുമെന്നുമൊക്കെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നല്ല നിലയിൽ തന്നെ ഉയർന്നു പോകും. അതിന് ഇനി വരാനുള്ള ബുധൻ്റെ ദശ വളരെ അനുകൂലവുമാണ്. ബുധൻ തുടങ്ങാൻ അടുത്ത മെയ് മാസം കൊണ്ട് ബുധൻ തുടങ്ങും. അത് നല്ല അടിച്ചു പൊളിച്ചിട്ട് പൈസേൻ്റെ അകത്തൊക്കെ വലിയ കയറ്റങ്ങൾ വരും. എല്ലാ തരത്തിലും നല്ലതാണ് ഞാൻ കാണുന്നത്. അവളോട് വേഗം ജോലിയുടെ കാര്യം നോക്കാൻ പറയും. പിന്നെ മറ്റ് വേറെ വല്ല കാര്യങ്ങളും വേണമെങ്കിൽ, അതിന് പരിഹാരം ചെയ്യണമെങ്കിൽ, അങ്ങ് പെട്ടെന്ന് വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണാൻ പറയും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ പദ്ധതികൾ
ദൈവം ആസൂത്രണം ചെയ്യുന്നത് പലപ്പോഴും എന്താണ് നമ്മൾ ഈ ഗവൺമെൻറ് നടപടി പോലെയൊക്കെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ഇപ്പം ഗവൺമെൻറ് നമ്മളൊരു വില്ലേജ് ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നു, ഉടനെ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നു. അതുപോലെ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറൊക്കെ നമ്മൾ പോയിട്ട് പരാതി കൊടുക്കുന്നു. അയൽവക്കത്തവൻ ഭയങ്കരമായിട്ട് രാത്രിയാകുമ്പോൾ ഒച്ചത്ത് പാട്ട് വെച്ച് ശല്യപ്പെടുത്തുന്നു. അയാൾ ഉടനെ തന്നെ അവനെ വിളിക്കുന്നു. ഇങ്ങനെ ഇത്ര വോളിയത്തിലൊന്നും പാട്ട് വെക്കാൻ പറ്റില്ല, അത് കുറക്കണമെന്ന് പറയുന്നു. അവനെ ഒന്ന് മിരട്ടുന്നു, അവൻ ശബ്ദം കുറക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സർക്കാരിൻ്റെ നടപടി, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നടപടി. അതുപോലെയല്ല ദൈവം അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ചെയ്യുക. ഇവനെ പൂട്ടുമ്പം അതൊരു പൂട്ട് തന്നെ, മുരാരി ബാബുവല്ല, പേരിൽ തന്നെ എന്തോ ഒരു മുരാരി, പിന്നെ ഒരു ബാബു കുട്ടീൻ്റെ പേര്. മുരാരി ദൈവമാണല്ലോ, ദൈവത്തിൻ്റെ കുട്ടിയോ എന്താണത്? അപ്പോൾ അതൊക്കെ അവർ കുറേ ഉദ്യോഗസ്ഥന്മാർ കളിച്ചിട്ടുണ്ട് അവിടെ. എനിക്കിത് പണ്ടേ അറിയാമായിരുന്നു, അവിടുത്തെ കളിയെല്ലാം വളരെ മോശമാണെന്ന്. പണ്ട് മുതലേ അങ്ങനെയാണ്. ശബരിമല പെരും കൊള്ള നടക്കുന്ന സ്ഥലം തന്നെയാണ് പലരും. അത് പിന്നെ പണ്ടൊക്കെ ഈ നോട്ട് എണ്ണുന്ന സ്ഥലത്ത് നോക്കി അടിച്ചു. അവിടെയൊക്കെ ഇപ്പം 10-40 CCTV ആണ്. അതായത് എന്നിട്ട് പോലും 5 ആളെ 2 കൊല്ലം മുമ്പേ പിടിച്ചില്ലേ. 500 നോട്ട് 2000-ൻ്റെ ഒക്കെ കിട്ടുമ്പോൾ മെല്ലെ ഇവൻ്റെ കീശയിലേക്ക് മാറ്റും. അപ്പോൾ ഓൻ്റെ വിചാരം അയ്യപ്പൻ എന്തിനാ പൈസ എന്നായിരിക്കാം. പക്ഷേ ഈ ദേവസ്വം എന്ന് പറയുന്ന ദേവൻ്റെ സ്വത്ത്, അത് തൊട്ട് കളിക്കുന്നവർക്ക് വലിയ ദോഷങ്ങളുണ്ടാവും എന്നുള്ളത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ട് തന്നെ കുടുംബത്തിൽ തന്നെ അത്തരം സംഭവങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് നേരിട്ട് അതിനെപ്പറ്റി അറിയാം. പിന്നെ ഈ ബന്ധുക്കളെ ഇടയിലൊക്കെ നടന്ന സംഭവങ്ങൾ, പിന്നെ പണ്ട് മുതലേ ഉത്തമ ബോധ്യത്തോടു കൂടി ഉയർന്ന പിന്നെ പ്രായമുള്ള ബന്ധുക്കളൊക്കെ പറഞ്ഞു തന്ന കഥകൾ, അതൊന്നും വായിച്ചറിവൊന്നുമല്ല. വായനയിൽ ഇവർ പലതരത്തിലും ഉണ്ടാവും. വായിക്കുന്ന കാര്യത്തിൽ ഓരോരുത്തൻ്റെ എഴുത്തൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുന്നതൊന്നും ഒന്നും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെയല്ല നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ നമ്മളെ കാരണവന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ. അതാണ് അതിൻ്റെ അകത്തുനിന്നാണ് ഇങ്ങനെയുള്ള കൃത്യമായ അവയർനെസ്സിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഈ പോറ്റി കള്ളനാണെന്ന് ആദ്യം ഫേസ്ബുക്കിൽ എഴുതിയ ആൾ ഞാനാണ്. എന്നാൽ അവൻ്റെ ബോഡി ലാംഗ്വേജ് പോലും അങ്ങനെയാണ്. ഒരു കള്ളൻ്റെ ഫുൾ നടപ്പ് ഞാൻ അവനിൽ ആദ്യം തന്നെ കണ്ടിരുന്നു. വളരെ പതുങ്ങിയിട്ട് പൂച്ചയെ പോലെ. അത് ഒന്നാമത്തെ ലക്ഷണമാണ്. കൈ അകലത്തിൽ വെക്കുക എന്നുള്ളത് വേറൊരു ലക്ഷണമാണ്. വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവനാണെന്നുള്ള. അങ്ങനെയാണ് ഞാൻ, ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, നിങ്ങളിങ്ങനെ ഇന്നലെ കേസ് പൊട്ടിപ്പുറപ്പെട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ കള്ളനാണെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ കേസ് കൊടുത്താലോ? ഞാൻ പറഞ്ഞു ഓന് ചങ്കുറപ്പുണ്ടൊക്കെ അവൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ ആളോട്. അല്ല ഇന്തുകൊട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തെളിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ, അത്രയും കടുപ്പത്തിലുള്ള പോസ്റ്റാണ് നിങ്ങൾ ഇട്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേ കടുപ്പത്തിലുള്ള പോസ്റ്റ് തന്നെയാണ്, അവൻ കള്ളനാണെന്ന് ഞാൻ എഴുതിയത്. അത് തുറന്നിട്ട് തന്നെയാണ്. അതിനെ പിന്നെ വേറെ വളഞ്ഞ വഴിയിലൊന്നും എഴുതിയിട്ടില്ല. അത് ഇന്നലെ കോടതിയും പറഞ്ഞു. അതോടുകൂടി അതിന് തീരുമാനമായി. അല്ല മിനിഞ്ഞാന്ന് ഇന്നലെ ജഡ്ജി അവിടെ എത്തി, അവിടെ പരിശോധന നടക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി പുറത്തേക്ക് വരട്ടെ. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണോ വീഴ്ച, അതോ ബോർഡിന് വീഴ്ചയുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി പുറത്ത് വരാനുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും സാധ്യത കുറവാണ്. അതൊക്കെ വെറുതെ ഊഹാപോഹങ്ങൾ. ഞാനൊന്നും അങ്ങനെയുള്ള ഊഹാപോഹങ്ങൾ പറയില്ല. അല്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആൾക്കാരൊക്കെ മഹാന്മാരെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് ഏതാണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇത്തരം കാര്യങ്ങൾക്കൊന്നും
ആരും, പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരൻ. അവന് അങ്ങനെ രാഷ്ട്രീയക്കാരന് അഴിമതി നടത്തണമെങ്കിൽ അവന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ് ഞാൻ. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അത്തരം വാസനയുള്ളവനെ ആർക്കും ഇങ്ങനെ തടുക്കാനൊന്നും ആവില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്, എവിടെയുമുണ്ട്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളമുണ്ട്. കേരളത്തെക്കുറിച്ച് കുറവാന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് അഴിമതി തീരെ ഇല്ലാതെ അപൂർവം ചില രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ രാജഭരണം നടക്കുന്ന സ്ഥലത്തൊന്നും പിന്നെ അഴിമതിൻ്റെ വിഷയം വരുന്നില്ലല്ലോ. മിഡിൽ ഈസ്റ്റിലൊന്നും പിന്നെ അങ്ങനെയുള്ള വിഷയമേ വരുന്നില്ല. എല്ലാ സ്വത്തും രാജാവിൻ്റെ തന്നെയാണല്ലോ. പ്രജകളുടെ അവിടെയാണല്ലോ സുരേഷ് ഗോപി പറഞ്ഞ പ്രജ. അത് പ്രജകളുടെ അഭിവൃദ്ധി മാത്രം നോക്കിയാൽ പോരെ രാജാവ്. പ്രജകൾക്ക് തൃപ്തിയില്ലെങ്കിൽ രാജാവിന് എതിരായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് രാജാവ് അത് അറിയുന്നത് കൊണ്ട് ഇപ്പോൾ ഉദാഹരണം രാജഭരണമുള്ള സ്ഥലത്തൊക്കെ അവിടെയുള്ള തദ്ദേശീയവാസികൾക്ക് വലിയ ആനുകൂല്യങ്ങളാണ്. ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ തദ്ദേശീയവാസിയായ ഒരാളെ ജോലിക്ക് എടുത്തിരിക്കണമെന്നുണ്ട്. അയാൾക്കാണെങ്കിൽ ചുരുങ്ങിയത് 2 ലക്ഷം ഉറുപ്പിയെങ്കിലും ശമ്പളം കൊടുത്തിരിക്കണം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ മറ്റ് പലതുമുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ തൻ്റെ പ്രജകൾ ഇത് പണ്ടെപ്പോഴോ ഇങ്ങനെ അച്ഛൻ്റെ അച്ഛൻ മുതൽ ഇങ്ങനെ വന്നത് വെച്ച് അനുഭവിക്കുകയാണ്. ഖത്തറിലായിക്കോട്ടെ, UAE-യിലായിക്കോട്ടെ, ഒമാനിലായിക്കോട്ടെ, എവിടെയും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ അവരനുഭവിച്ചു പോരുന്ന സുഖ സൗഭാഗ്യങ്ങൾ അത് പ്രജകൾ തിരിഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോകുമോ എന്ന ഭയത്താൽ പ്രജകളെ അവർ പരമാവധി എല്ലാ അർത്ഥത്തിലും അവർ തൃപ്തരാക്കുന്നു. ഒപ്പം അവിടെ വരുന്നവരുടെ പുറമേ നിന്ന് ഇപ്പം നമ്മൾ അബുദാബിയിൽ നമ്മളെ ഇന്ത്യയുടെ വകയായിട്ട് അമ്പലം പണിതിട്ടുണ്ട്. പ്രധാനമന്ത്രിയാണ് പോയിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ പങ്കെടുത്തത്. അതൊക്കെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. മറ്റ് മതക്കാരെയും ചേർത്ത് പിടിക്കുക. അങ്ങനെ ഞങ്ങളങ്ങനെ ഒരു പരിപാടിയും അങ്ങനെ ജാതിയും മതത്തിനൊന്നും വലിയ ഇതൊന്നും ഇല്ല, നിങ്ങൾക്ക് ആർക്ക് വേണ്ടെങ്കിലും ഇവിടെ വരാം, അതിനൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ സൗദി പോലും അങ്ങനെയാണ്. അതുകൊണ്ട് കാലം മാറുന്നതിനനുസരിച്ച് അവരും മാറുന്നു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെ മാറാത്തവരാണ് തകർന്നു പോവുക. കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവണം. അങ്ങനെ മാറാൻ തയ്യാറാകാത്തവർ ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട കഥ മാത്രമേ ഇന്ന് വരെയുള്ള ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഞാൻ കുറച്ച് വായനാശീലമുള്ള മനുഷ്യനായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതൊന്നും ഇപ്പോൾ ആർക്കും ഇല്ലല്ലോ. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പറയൂ. ഇവിടെ കതിരൂര്. കതിരൂര്. ഓക്കെ, പറയൂ. ഡേറ്റ് പറയൂ. 7/2/1998. സമയം 1:36 ഉച്ചക്ക്. തിരുവാതിര. തിരുവാതിര. ആരുടേതാണ്? എന്റെ മോന്റേതാണ്. എന്താണ് മോനെ കൊണ്ട് അറിയേണ്ട അമ്മക്ക്? അമ്മക്ക് ഓന് നല്ലൊരു ജോലി ആയിട്ടില്ല, വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല. വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയായിട്ടില്ല, എങ്ങനെ എന്ത് ചെയ്യാനാണ്? ഇപ്പം തന്നെ 27 വയസ്സായി. അപ്പോൾ എവിടെയാണ് ബ്ലോക്ക് വന്നത്? CA ആണ് പഠിക്കുന്നത്. എവിടെ? CA ചാർട്ടേഡ് അക്കൗണ്ടിന്റെ. മനസ്സിലായി. അപ്പൊ ഡിഗ്രിയും PG എല്ലാം കഴിച്ചാണ് ചെയ്തത്. അത് കിട്ടാൻ കുറച്ചിങ്ങനെ താമസം വരുമല്ലോ. ഏതെങ്കിലും ഒരു പേപ്പർ പിന്നെയും ഇതായി പോവും. ഏതായാലും വലിയ ലക്ഷ്യമാണ്. അത് ഫൈനലിന്റെ പേപ്പർ കിട്ടാനുണ്ട്. ഇനിയിപ്പോ ഒരു പേപ്പർ മാത്രമേ കിട്ടാനുള്ളൂ? അല്ല, ഒരു ഗ്രൂപ്പിൽ 3 പേപ്പർ. ഓക്കെ. അതോ ഇപ്പൊ എഴുതിയിട്ടുണ്ടോ? എഴുതാൻ പോവാണോ? ഇപ്പൊ എഴുതിയിട്ടുണ്ട്, വെയിറ്റിംഗിലാണ് റിസൾട്ടിന് വേണ്ടിട്ട്. അവനിപ്പം
പിന്നെ ആ വിഷയത്തിൽ അവൻ എന്താണ് പറയുന്നത്? അവന് കോൺഫിഡൻറ്റ് ആയിട്ടുണ്ടോ? ടഫാന്ന് തന്നെയാണ് പറഞ്ഞത്. ആ, ടഫാന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത്. ആ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം അങ്ങ് പിടിച്ചു പോകുന്നാ തോന്നുന്നത്. ആ, ഉറപ്പ് ഞാൻ അങ്ങ് തലശ്ശേരി ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ, അല്ല, ഇത് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സാധ്യത അതാണ്, കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പിന്നെ എന്താണ്, ഞാൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കണ്ടകശനി നടക്കുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നില്ല. പരമാവധി പരിശ്രമിച്ചത്. ആ, മനസ്സിലായി. അല്ല, അവനും വലിയ പ്രശ്നത്തിലായിരിക്കുമല്ലോ ഇത്രയുമായിട്ട്. പ്രായം അങ്ങോട്ട് പോന്ന്, അത് സ്വാഭാവികമല്ലേ. പിന്നെ ഒരു ലക്ഷ്യം, വലിയൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് അത് നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റൂലേ? അത് പറ്റും. അയ്യോ, അത് പറ്റും. നല്ല പെരുമാറ്റവും നല്ല സുന്ദരത്വം ഒക്കെയുള്ള മനുഷ്യനാണ്. നല്ല കുട്ടിയാണ്, ഒരു ഇതുമില്ല. നല്ല ഇതാണ്. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല അവനെ കൊണ്ട്. ഇപ്പോഴത്തെ ഓന്റെ ജോലി ഓന് പുറത്തേക്ക് നോക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങള് മകൻ ഇപ്പം നടക്കുന്ന ശനിദശ ഇപ്പം നടക്കുന്ന വ്യാഴം ഇനി വരുന്ന ശനിയിലാണ് വളരെയേറെ അഭിവൃദ്ധി അവന് വരിക. സാമ്പത്തികമായിട്ടൊക്കെ വലിയ ഉയർച്ചയിലേക്ക് അവൻ പോകും. അത് 2031 ശേഷമാണ്. സൂപ്പർ ശനിയാണ്. ശനി ചില്ലറ ശനിയൊന്നല്ല, ലോട്ടറി പോലും അടിക്കുന്ന ശനിയാണ്. ആ സമയത്ത് ഷെയർ മാർക്കറ്റിലൊക്കെ കളിക്കാൻ പറയണം. ഷെയർ മാർക്കറ്റിൽ അല്ല, ഈ മറ്റേ ഇതിൻ്റെ അകത്ത് ട്രേഡ് കളിക്കരുത്, ഷെയറിൽ കളിക്കാൻ പറയണം. അങ്ങനെ അനർഹമായ പണം പോലും വരുന്നു. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം നല്ല ജോലിക്ക് ശ്രമിച്ചാൽ മതിയല്ലോ. അല്ലേ, ഇപ്പൊ അവൻ കൊണ്ടുവന്നിട്ട് അരിമടിക്കേണ്ട ഗതികേടും നിങ്ങളെ വീട്ടിൽ ഇല്ലെന്നുള്ളതാണ്. പിന്നെ എന്താണ്, പ്രായം അതിപ്പോ ഒരു വലിയ കാര്യം അങ്ങനെയല്ലേ. നല്ല കാര്യം മെല്ലെയല്ലേ സംഭവിക്കുള്ളൂ. പെട്ടെന്ന് സംഭവിക്കുന്നതെല്ലാം മോശം കാര്യം. വാഹനം അടിക്കുന്നു, വാഹനം പൊളിയുന്നു. അതേസമയം നമ്മളൊരു നല്ല വീട് കെട്ടിപ്പോക്കുന്നു, അതിനെ ഒരു 2 കൊല്ലം വേണ്ടേ? അപ്പോൾ നല്ല കാര്യം മെല്ലെ സംഭവിക്കും, മോശം കാര്യം പെട്ടെന്ന് സംഭവിക്കും. അതാണ് കല്യാണപ്രായമൊക്കെ ഏത് സമയത്ത് വേണമെങ്കിൽ കഴിച്ചോട്ടെ, അതെന്താണ്, അതൊരു സബ്ജക്റ്റ് ആയിട്ട് വരുമൊന്നുമില്ല. അതൊക്കെ അവനെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് ഇങ്ങോട്ട് വരും, അവന്റെ കളി കണ്ടിട്ടാ. ഇപ്പല്ല അങ്ങനെയല്ല, അധികം സംസാരിക്കൂല. അത് തന്നെയാ ഞാനും പറഞ്ഞത്, അധികം സംസാരിക്കൂല. അധികം സംസാരിക്കൊന്നുമില്ല, എല്ലാം മയത്തിലാ. പിന്നെ ആരോടും ഒന്നിനോ ചോദിച്ചിട്ട് നമ്മളൊരു വേറൊരാളോട് പറഞ്ഞിട്ട് എനിക്ക് ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ അതൊന്നും അതൊന്നും വേണ്ട. അല്ലെങ്കിലും ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും. ആരുടെ ഔദാര്യം കൈപ്പറ്റരുത്. എൻ്റെ മകൻ മിഞ്ഞാന്ന് മസ്കറ്റിൽ പോയി, ഞാൻ അവനോട് ഒറ്റ വാക്കാ പറഞ്ഞത്, ഒരുത്തൻ്റെ ഔദാര്യം കൈപ്പറ്റരുത്, അടിമത്തം അനുഭവിക്കേണ്ടി വരും. അവൻ ഇറങ്ങാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തതാ അത്. ആരുടെയും ഔദാര്യം കൈപ്പറ്റണ്ട, അടിമത്തം ആണ് അതിൻ്റെ ബലം. മിനിഞ്ഞാന്ന് രാവിലെ പിന്നെ മസ്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് അച്ഛാ ഞാൻ പോവാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് ശരിയായ ലൈനും, അങ്ങനെ പാടുള്ളൂ. അവനോട് ഞാൻ ക്ലാസ്സിന് ചേർന്ന് പഠിക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇതിന്റെ അകത്ത് ക്ലാസ് കേട്ടിട്ട് തന്നെ പഠിക്കുന്നാന്ന് വർത്താന്ന്. അതെ. അവന്റെ അമ്മയാന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയുന്നു, പിന്നെ അമ്മയോട് മകന്റെ ഫലം പറയുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചു തന്നെയാണ് സംസാരിക്കുന്നത്. വളരെയേറെ പ്രോസ്പെരിറ്റി ഉള്ള ഒരു മകനാണ് നിങ്ങളുടേത്. വലിയ ഐശ്വര്യത്തിലേക്ക് അവൻ ഉയർന്നു പോകും. കാലം ഞാൻ പറഞ്ഞത് പരമാർത്ഥമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങൾ എന്നെ നന്ദിപൂർവ്വം സ്മരിക്കും. ഈ പറഞ്ഞതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. എല്ലാം നന്നായി വരും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക്, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഡയലോഗെല്ലാം അടിക്കാം, ഒന്നും തെറ്റിപ്പോവില്ല. കാരണം
ദൈവം അത് തെറ്റിക്കില്ല. ദൈവം എന്നെ സംബന്ധിച്ചോളം അത് ദേവിയാണ്, പരാശക്തി. അത് എൻ്റെ ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഇപ്പം നമ്മളിപ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ എല്ലാം കഥയിലൊക്കെ എന്താ മാങ്ങാട്ടച്ചനെ വന്ന് രക്ഷിച്ചു, കുറൂരമ്മേൻ്റെ കഥ, പിന്നെ അങ്ങനെ ഒരുപാട് കഥകളൊക്കെ കേൾക്കുന്നില്ലേ? മേൽപ്പത്തൂരിൻ്റെ വാതരോഗം മാറ്റി. ഇതൊന്നും കഥയാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകണ്ട. ഇതൊക്കെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. 500 കൊല്ലം ഇപ്പുറം നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ചോദിക്കും, പിന്നെ എന്താണ് കലി മൂത്ത് വന്നപ്പോൾ മനുഷ്യർക്ക് ദൈവവിശ്വാസം ശരിയായ രൂപത്തിലില്ലാതായി, എല്ലാം കെട്ടുകാഴ്ചകളായി. ആ കെട്ടുകാഴ്ചയൊക്കെ ദൈവം തിരിച്ചറിയും. അതാണിപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ വലിയ കുറിയൊക്കെ വരച്ചിട്ടില്ലേ നമ്മളെ പോയിട്ട് നടന്നത്. മുരാരി ബാബുവിനും നല്ല കുറിയാണ്. അപ്പോൾ ഈ കുറി വെച്ച് കള്ളക്കുറിയും തൊട്ടിട്ട് വലിയ കളി കളിച്ച് കളിയാന്ന് വിചാരിക്കുന്നത്, അതൊന്നും ദൈവം തിരിച്ചറിയില്ല. അതൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ളതിൽ പലർക്കും എന്താ പറയുക, രാവിലെ ഒരു വേഷ്ടിയൊക്കെ പുതച്ച് ഒരു ഭസ്മം കുറിയും മൊത്തം നെറ്റിയിൽ ഇവിടുന്ന് ഇവിടം വരെ, അതിൻ്റെ നടുക്ക് ഒരു ചന്ദനമൊക്കെ തൊട്ടിട്ട് ഒരു പോക്കുണ്ട് അമ്പലത്തിൽ. എന്നിട്ടോ എന്തോന്ന്, ഒന്നുമില്ല, ദ്രോഹബുദ്ധിയല്ലേ. പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ കൃപ അയാളിലേക്ക് വരുന്നു? ഈ ദൈവത്തിൻ്റെ കൃപ വന്ന മനുഷ്യൻ്റെ പ്രത്യേക സ്വഭാവ രീതി തന്നെ മാറിപ്പോകുന്നു. അയാൾ എല്ലാവരെയും സ്നേഹിക്കുന്നു, അയാൾ ആരെയും ദ്രോഹിക്കാൻ പോവില്ല. അത് അതിന് ഒന്നാമത്തെ ലക്ഷണമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രധാന ലക്ഷണം അതായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവാനുഗ്രഹം കിട്ടിയ വ്യക്തിയുടെ പ്രധാന ലക്ഷണമാണത്. ദ്രോഹിക്കുന്നതിനെക്കുറിച്ച് അയാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ളവൻ ഭക്തനല്ല. അവന് ഈശ്വരനുമായിട്ട് യാതൊരു താതാത്മ്യവും പ്രാപിച്ച വ്യക്തിയല്ല. പിന്നെ ഈ ആൾ ദൈവമൊക്കെ ആയിട്ട് തുള്ളിക്കളിക്കുന്നവൻ്റെ ഒന്നും കാര്യം പറയാതിരിക്കുക നല്ലത്. വേഷം കെട്ടൊന്നും ദൈവികതയിൽ ഇല്ലേ ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. ശരിയാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വെളിച്ചപ്പാട് വെളിച്ചപ്പെട്ട് വരുന്ന സമയത്ത് അയാൾ അരയിൽ ദേവിയുടെ അരമണി അവിടെ ഇപ്പം ഞാൻ എൻ്റെ ഉത്തമത്തിൽ കാണുന്ന ഒരു സ്ഥലം പാറയമുക്കാവാണ്. കൊടുങ്ങല്ലൂർ പണ്ട് ഉണ്ടായിരുന്നു പോലും, ഇപ്പോൾ ഇല്ല. കോമരത്തന്മാർ ഉത്സവത്തിന് അത് വേറെ, സ്ഥിരമായിട്ടൊരു കോമര അവിടെ ഉണ്ടായിരുന്നു. ആ കോമര ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ ആ വേഷം അതോടനുബന്ധിച്ച് ചില വേഷങ്ങളും ചുവന്ന വസ്ത്രങ്ങളും ചില കാര്യങ്ങളും തെയ്യവും മറ്റൊക്കെ ധരിക്കും. നമ്മളെ തെയ്യങ്ങളും അങ്ങനെയാണല്ലോ. കണ്ണൂരത്തിലെ തെയ്യങ്ങളെ കൊണ്ട് അത് വേഷം കെട്ടെന്ന് പറഞ്ഞുകൂടാ, അത് വേറെയാണ്. അല്ലാതെ സാധാരണഗതിയിലുള്ളതിന് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പോലും പൂജയ്ക്ക് ചുവന്ന മുണ്ട് കൊടുക്കും, അതവിടെ അഴിച്ചു വെച്ചു. പിന്നെ ചുവന്ന മുണ്ട് കൊടുത്തിട്ട് ആളെ പറ്റിക്കുന്ന പരിപാടിയൊന്നും വേണ്ട. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ മഹാരാഷ്ട്ര വിളിക്കുന്നത്. എവിടെ? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. ഓ അതെങ്ങനെയാ? പക്ഷെ ഞാൻ തലശ്ശേരിക്കാരിയാ. ശരിയാ, നിങ്ങൾ നല്ലോണം അറിയാനൊക്കെ. അപ്പോ ശരി. ഞാൻ പൂജക്കൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അതെയോ? ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ എന്റെ മകനെ പറ്റിയിട്ട് അറിയാനാ. 24/4/1988 5:15 PM. ഹലോ. നോക്കുന്നുണ്ട്. 1980 നിങ്ങൾ കാണുന്നുണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല. 1988 യൂട്യൂബിൽ കയറി നോക്കണേ. ഇത് കുറച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് കയറ്റും, അത് അന്നേരം കയറി നോക്കണം. അപ്പോൾ 24/5/1988 24/4 ആയിക്കോട്ടെ. 1988 5:15 PM.
5:15 PM. ജനിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ? ആ, നാട്ടിലാ ജനിച്ചത്. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രം. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് വിഷയം? ജോലിനെ പറ്റിയാണ് അറിയേണ്ടത്. ഒന്ന് ജോലി മാറണമെന്നുണ്ട്, പക്ഷെ എവിടെയും ശരിയാവുന്നില്ല. ആ, മഹാരാഷ്ട്രയിൽ ബോംബെ തന്നെയാണോ? അല്ല, പൂനെയാ. പൂനെ. ആ, ശരി. അതാണ് പ്രശ്നം. ഇപ്പം ജോലിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് പോവുക. ഓ, 12 മണിക്കൂർ 14 മണിക്കൂർ. അതുകൊണ്ടൊന്ന് ജോലി മാറണമെന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഓ, അത് അല്ല, ഇപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും സമയത്തിൻ്റെ ദോഷം കൊണ്ട് പറയാനില്ല. അതായത് ശുക്രദശയാണ് നടക്കുന്നത്. ശുക്രദശ നടക്കുന്ന മനുഷ്യർക്ക് പക്ഷേ ഒരു കാര്യം, ചെറിയൊരു പിഴവുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ അത് ശനിയുടെ അപഹാരമാണ്. ആ ശുക്രൻ്റെ അകത്ത് ശനിയുടെ അപഹാരം വന്നാലും ശനി ദശയിൽ ശുക്രൻ്റെ അപഹാരം നല്ല ഗുണം ചെയ്യുമ്പോൾ ശുക്രദശയിൽ ശനിയുടെ അപഹാരം ദോഷം ചെയ്യും. പ്രത്യേകിച്ച് ഇത് 4-ാം ഭാവത്തിലുള്ള ശനിയാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ഞാൻ സുഖങ്ങളെ നശിപ്പിക്കുമെന്നാണ്. സുഖഭാവം കൂടിയാണ് അത്. ഈ സമയത്ത് അമ്മക്ക് അസുഖം വരാനും സാധ്യതയുണ്ട്. അത് ശരി. അപ്പോൾ സുഖത്തിന് മൊത്തത്തിൽ കുറവ് വരിക എന്നുള്ളൊരു ഫലമാണ് ഉണ്ടാവുക. അതാണ് ഓവർലോഡ്, പണിയെടുത്തിട്ട് തളർന്നു പോവുകയാണ്. തളർന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു സുഖവും ഇല്ലല്ലോ. അപ്പോൾ പണി എന്തായാലും ഓവറായാൽ പോയില്ലേ. ഇപ്പം ഞാൻ 1 മണിക്കൂർ ഇവിടെ പരിപാടി നടത്തുന്നു, അത് 2 മണിക്കൂറാക്കിയാൽ പിന്നെ ഞാൻ തളരില്ലേ. അപ്പോൾ അതാണ് അത് റെഡിയാണ് അത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു ശനിയുടെ കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും ഉയർച്ച. ശനി കഴിയാൻ ഇനിയിപ്പം പിന്നെ 2 കൊല്ലം കൂടി ഉണ്ട്. 2 കൊല്ലം. ആ, പിന്നെ ആ ശനിയുടെ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് എന്നെ പരിപാടി കഴിഞ്ഞിട്ട് വിളിക്കൂ. അതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് എന്നെ അറിയാലോ, അപ്പോൾ പിന്നെ ഞാൻ പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റാനുള്ള പരിപാടി നോക്കാം. നമ്മൾ കുറേ കാലം ആയില്ലേ കളി കളിക്കുന്നു. ശനീനെ എങ്ങനെയോ കെട്ടേണ്ടതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ നോക്കാം അത്. അപ്പോൾ നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഒന്ന് എന്നെ വിളിക്കൂ. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? എന്നിട്ട് നമുക്കത് തീർക്കാന്നേ, ബേജാറാവാതിരിക്കും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ അങ്ങനെയാണ് ശനീനെയൊക്കെ കെട്ടാനുള്ള വെറുതെ ഇങ്ങനെ വാക്ക് പറയാൻ പറ്റുമോ? കെട്ടു എന്ന് പറഞ്ഞാൽ കെട്ടണ്ടേ, അല്ലെങ്കിൽ പിന്നെ ആശ്രീ വിചാരിക്കില്ലേ ഇയാൾ വെറുതെ എന്നെ. മാത്രമല്ല കുറച്ച് കാശും മേടിക്കൂലേ ഞാൻ. അപ്പോൾ കാശ് മേടിച്ചിട്ടുള്ള പരിപാടിയല്ലേ, വെറുതെ കെട്ടിക്കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ ശാപം ഞാൻ ഏറ്റുവാങ്ങണോ? എന്താവശ്യത്തിന്? അതിൻ്റെ ആവശ്യം എന്താണ്? നേരാൻ വഴിക്ക് തന്നെ ദേവി തന്നിട്ടുണ്ടല്ലോ. പിന്നെ വെറുതെ കഴിയില്ലെങ്കിൽ കഴിയാതെ കാര്യം ഏറ്റെടുക്കാൻ പാടില്ല. അത് പണി കിട്ടും. ഈ 1000 പ്രാക്ക് ആയുസിന് കേടെന്ന് പറഞ്ഞ പോലെ പ്രാക്ക് വല്ലാതെ വരുന്നത് അത്ര നല്ലതല്ല. ഈ ഒരാളെ ഉള്ളിൽ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് നേടുന്ന ഒരു നേട്ടവും ശാശ്വതമല്ല എന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. ഇപ്പോൾ ചില ആളില്ലേ മറ്റവൻ്റെ സ്വത്ത് ചതിയിലൂടെ തട്ടിയെടുക്കുക. ഇതിനിടെ വന്നൊരു സ്ത്രീ പറഞ്ഞു, അനിയത്തി അമ്മയെ ചാക്കിട്ട് പിടിച്ചിട്ട് വീട് അവളെ വീട്ടിലാക്കി കളഞ്ഞു. അപ്പോൾ ഈ അർഹതപ്പെട്ടതല്ലേ ഏച്ചിക്ക്. ഞാൻ പറഞ്ഞു അനിയത്തി അനുഭവിക്കേണ്ടി വരുമെന്ന്. ഇപ്പം അനിയത്തി കിടപ്പിലാണ്. ഞാൻ എന്തിനു പറഞ്ഞു പോയോ? ഇപ്പം നോക്കുന്ന ഏച്ചിയാ, അനിയത്തി കിടപ്പിലായി. ബാക്കി ഞാൻ പറയുന്നില്ല. ഇതൊക്കെ എന്തിനാണെന്നേ ഇങ്ങനെയുള്ള പണിയൊക്കെ എടുക്കുന്നത്? ഏച്ചിക്കും അനിയത്തിക്കും കൂടി വീടാണെങ്കിൽ അത് എന്ത് വകയിലാണ് അനിയത്തി തട്ടിയെടുക്കുക? അത് ദൈവത്തിന് ഇഷ്ടപ്പെടുമോ? ഏച്ചിയുടെ കണ്ണിലെ വെള്ളം ദൈവം കണ്ടില്ലേ? എന്തോ എൻ്റെ നാവുമൊന്നും വീണുപോയി. അങ്ങനെ അത് അതേപോലെ തന്നെ ഇനിയിപ്പോൾ അനിയത്തിയെ എണീപ്പിക്കണം. ഏച്ചി പറയുന്നത് എങ്ങനെയെങ്കിലും പരിഹാരം ചെയ്തിട്ട്. എൻ്റെ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇനി അനിയത്തിനെ എണീപ്പിക്കണ്ടേ? പാവല്ലേ,
ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അനിയത്തി വീണ് പോയത്. എനിക്ക് അന്നേരം അങ്ങ് നാവൊന്ന് വീണുപോയി എൻ്റെ നാവിൽ നിന്ന്. കാരണം അത്ര വലിയ ആ സ്ത്രീ, എനിക്ക് ഈ സ്ത്രീകൾ മുമ്പിലിരുന്ന് കരയുന്ന കണ്ടുകൂടാ. എന്താണെന്നറിയില്ല, ദേവീനെ പൂജിക്കുന്ന മനുഷ്യനായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സ്വഭാവം വന്നത്. സ്ത്രീകൾ എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയോ എന്തൊക്കെയോ സംഭവിക്കും എനിക്ക്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ ഇപ്പം അറിയില്ല. ഞാനിത് സത്യം പറയുന്നതാണ്. അവർ മുമ്പിലിരുന്ന് ഇങ്ങനെ ആ സ്ത്രീ ഒരേ പെരുങ്കരച്ചൽ, സാധാരണ കരച്ചിലുമല്ല, കരയുന്നതിന് 2-3 തരത്തിലുണ്ടല്ലോ, പൊട്ടി കരയുക. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയി. അത് അതേപോലെ ആവുകയും ചെയ്തു. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂര്. എന്റെ ഭാര്യയല്ലേ സാർ? 20. ഓ ആയിക്കോട്ടെ, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 21/10/89. 21/10/59 രാവിലെ 10:35. രാവിലെ 10:35. ഓ സാർ. മകയിര നക്ഷത്രം. ശരി. എന്താണ് അറിയേണ്ട വിഷയം? അസുഖമില്ല സാർ, ഇപ്പൊ സുഖമില്ലാത്ത മാതിരി കാലിന്റെ ഇതെല്ലാം. ചെറിയ അസുഖമല്ലേ? അല്ല, കാലിന് വലിയ നടക്കാനുള്ള പ്രയാസം. കാലിന് നടക്കാൻ പ്രയാസം വരുന്നുണ്ടോ? സാർ. അത് വാദത്തിൻ്റെ ആണോ? അല്ല, വാദിക്കുന്നു നിറവിന്റെ പറഞ്ഞത്. സ്പൈനൽ കോഡിന് വന്ന കുഴപ്പമാണോ? അല്ലല്ല, കാലിന്റെ മുട്ടിന് മേലെ. അത് ചികിത്സ ഭേദാവില്ലേ? ഓരോ ചികിത്സ ഒന്നും അത് അത് ഓ അല്ല, ഇത് 6-ാം ഭാവാധിപന്റെ ദശയാണ്. 6-ാം ഭാവാധിപൻ രോഗം, കടം, ശത്രു എന്ന് പറയും. 6-ാം ഭാവാധിപൻ ഇത് 3ഉം ഉണ്ടാക്കുമെന്നാണ്. രോഗമുണ്ടാക്കും, ശത്രുക്കളെ ഉണ്ടാക്കും, കടമുണ്ടാക്കും. അപ്പോൾ ആ ഭാവാധിപനായ ശുക്രൻ്റെ ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ആ ബുധൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരം. ആ ശുക്രൻ്റെ അപഹാരം വന്നിട്ട് 23-ലാണ് അത് വന്നത്. അന്ന് മുതലാണ് രോഗം വന്നത്. ഈ 11-ാം മാസം കൊണ്ട് അതിന് ലേശം മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ അപഹാരം മാറുന്നുണ്ട്. പൂർണ്ണമായിട്ട് ശരിയാവുന്നല്ല, മാറ്റങ്ങൾ വരും ഉറപ്പായിട്ടും. ആ ശത്രുദോഷത്തിന് വേണ്ട 6-ാം ഭാവത്തിൽ ശത്രു, ഒരു സ്ത്രീ അങ്ങേ തലക്കെ ശത്രുതയും വെച്ച് നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവും. അതാരാണെന്നൊന്നും എനിക്കറിയില്ല. അതിന് വേണ്ട ഒന്ന് മാടായിക്കാവിൽ പോയിട്ട് ചെയ്യൂ. യുക്തി കൊണ്ടൊന്നും ചിന്തിക്കണ്ട. മാടായിക്കാവിൽ അമ്മയ്ക്ക് അമ്മ തിന്നുന്ന സാധനം അറിയാലോ, അത് തന്നെ കൊടുത്തേക്കും. നിങ്ങൾ വെറുതെ ദേവിക്ക് എന്തിനാ കോഴിയിറച്ചി എന്നൊന്നും ചോദിക്കണ്ട കേട്ടോ. ശരി, എന്നാ പിന്നെ എങ്ങനെ? അല്ല, ഇവരെ ജാതകത്തിൽ തന്നെ ആരോഗ്യ സംബന്ധമായ പ്രശ്നമുള്ള സ്ത്രീയാണ് നിങ്ങളുടെ ഭാര്യ. ലഗ്നത്തിൽ ശനി നിൽക്കുന്നുണ്ട്, 6-ൽ ചന്ദ്രൻ നിൽക്കുന്നു. അതൊക്കെ ആരോഗ്യപരമായിട്ട് വളരെ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷെ ആയുസിനൊന്നും പ്രശ്നമില്ല. കേസരി യോഗത്തിന്റെ പൂർണ്ണത കാണുന്നു. അതുകൊണ്ട് ആയുർബലമുണ്ട്, ആയുർബലം കാണുന്നുണ്ട്. അവരോട് പറഞ്ഞേക്കും മരിച്ചു പോകുന്നുള്ള പേടി വേണ്ടെന്ന് ഇന്ദുലാല് പറഞ്ഞു. അത് ശരിയാവും, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ശരി ശരി, നന്നായി വരട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിനെ സ്നേഹിച്ചാൽ, ദൈവത്തിനെ ആരാധിച്ചാൽ അതൊന്നും വെറുതെ ആവില്ല. അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ പെട്ടിയിലിരുന്നിട്ട് വർത്തമാനം പറയുന്ന മനുഷ്യൻ. സത്യം, പരമമായ സത്യമാണ്.
ലോകം അംഗീകരിച്ച സത്യമാണ്. ഞാനൊരു സ്വകാര്യ വ്യക്തിയൊന്നുമല്ലല്ലോ. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വിളിച്ച സ്ത്രീ പോലും പറഞ്ഞു ഞങ്ങൾ പൂജയ്ക്ക് ഇങ്ങനെ ആയിരക്കണക്കിന് ആൾ പൂജക്കൊക്കെ വന്നിരിക്കുന്നതല്ലേ. അയാളൊരു സ്വകാര്യ വ്യക്തിയൊന്നുമല്ലല്ലോ. അയാളെ കഥ എല്ലാവർക്കും പാട്ടാണല്ലോ. അയാളുടെ ഗുണവും ദോഷവും അയാളെ കൊണ്ട് എന്തുണ്ടോ അതൊക്കെ എല്ലാവർക്കും എല്ലാം അറിയാമല്ലോ. അപ്പോൾ ഞാൻ ദൈവിക ശക്തി കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്നവനാണെന്ന് അറിയാത്ത ആരും കൊണ്ടോ ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കണ്ടുകൂടാത്ത ആൾക്കാർ പോലും അക്കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ പോലും നിൽക്കുന്നില്ല. സാധാരണ ദൈവിക പോസ്റ്റ് ഇട്ടാൽ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഞാൻ ഫേസ്ബുക്കിൽ വലിയ ആളാണ്, വലിയ സംഭവമാണ്. 3.5 ലക്ഷം ആളൊക്കെ എൻ്റെ പോസ്റ്റുകൾ കാണുന്നുണ്ട്. ചില പോസ്റ്റുകൾ ഈ സുക്കർ സാഹിബ് എൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അതിൻ്റെ വിതരണം കൂട്ടി, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും അവരുടെ. അപ്പോൾ അതൊക്കെ അവരുടെ പിന്നെ കമ്പ്യൂട്ടറാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇന്ദുലാൽ കണ്ടൻറ്റ് മോശമില്ല, ഇന്ദുലാൽ ഇടുന്ന കണ്ടൻറ്റ് മറ്റുള്ളവർക്ക് ഇടാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അയാളെ ഒന്ന് പൊക്കിക്കളയാം എന്ന് പിന്നെ ഫേസ്ബുക്കിൻ്റെ തീരുമാനിക്കുന്നു. അങ്ങനെ ഞാനിപ്പോൾ കുറേ പ്രശസ്തനായിട്ടാണ് ഉള്ളത്. നിങ്ങൾക്കറിയില്ല എന്നേ ഉള്ളൂ. ആദ്യം ഈ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, പേര് പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ എന്നെ പിന്നെ ഈ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ. പക്ഷേ ഇഷ്ടപ്പെടാത്തവർ പോലും ഇനി ഫേസ്ബുക്കിലാവട്ടെ നേരെ ജീവിതത്തിലാവട്ടെ എൻ്റെ ദൈവികതനെ വെല്ലുവിളിക്കാൻ ഒരുത്തനും ധൈര്യമില്ല. അതെന്താണ്? ഒരു മോശം കമൻറ്റ്, ഒരു എത്രയോ പിന്നെ നിരീശ്വരവാദികൾ എൻ്റെ പോസ്റ്റ് വായിക്കുന്നുണ്ടാവും, എൻ്റെ ദൈവികമായ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിനെ വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഒന്നുകിൽ ഒരു അന്യമതക്കാരൻ അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദി ഇങ്ങനെയുള്ള ഒരാൾ പോലും വിമർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? അങ്ങനെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരുത്തനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ചാടി അവനെ കൊലവിളിക്കുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഏത് ആൾ ഇട്ടാലും എന്തിട്ടാലും. ഇസ്ലാം മതത്തിനെ കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു മുസ്ലിം ഇടുന്നു, അതിനെ വിമർശിക്കാൻ അപ്പോഴേ കുറേ ആൾ, ഹിന്ദുക്കളെ പിന്നെ ഏതെങ്കിലും ഒരു ദൈവിക ശക്തിയെക്കുറിച്ചോ മറ്റോ ഒരുത്തനെ എഴുതിപ്പോയാൽ പിന്നെ അവനെ തെറി പറഞ്ഞ് കൊളാക്കും. അങ്ങനെയൊക്കെ പലതും, അതൊക്കെ ചീപ്പായ ആൾക്കാരുടെ പരിപാടിയാണ്. ഒരുപക്ഷെ എന്നെ ഇങ്ങനെ പൊന്തിച്ച് വിടുന്നത് പോലും ഞാൻ ഇന്ന് വരെ വർഗീയത പറയാത്തവനും രാഷ്ട്രീയം പറയാത്തവനും വെറുതെ മറ്റുള്ളവൻ്റെ പോസ്റ്റ് പോയിട്ട് അടികൂടാത്തവനും ഇതൊക്കെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യും പോലും. എന്നെ ആരും ബ്ലോക്ക് ചെയ്തിട്ടില്ല, ഞാൻ 1000 ആളെ ബ്ലോക്ക് ചെയ്തു, അത് വേറെ കാര്യം. അപ്പോൾ എന്തായിരിക്കും അത്? ചില ചൊറിയന്മാർ വരുമല്ലോ, ചൊറിയൻ പുഴു, അത് അപ്പോൾ പുറത്തിറക്കി വിടണം. അവരെ വെക്കാൻ പാടില്ല. ഈ ചൊറിച്ചലുണ്ടാവും, അത് തെറി പറച്ചലൊന്നുമല്ല, അതൊരു ചൊറിയലാണ്. അത് പിന്നെ ചിലപ്പോൾ പല കാരണങ്ങളാലും ഉണ്ടാവും ആ ചൊറിച്ചൽ. അപ്പോൾ അത്തരക്കാരെ അങ്ങ് ബ്ലോക്ക് വിട്ടേക്കും. അതേസമയം എന്നെ ആരും ബ്ലോക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെ നല്ല പാതയിലാണെങ്കിൽ എതിരാളികൾ അന്നേരവും ഉണ്ടാവും. ഒരു കാരണവും ഇല്ലാണ്ട് കണ്ടുവിടാതെ ആൾക്കാർ വരില്ലേ? അവരങ്ങനെ അവിടെ ഷൈനിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഫേസ്ബുക്കിലെ കളി കണ്ടിട്ട് പോലും എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. പക്ഷേ അതിനെ അടിസ്ഥാനപരമായി വിമർശിക്കാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ അങ്ങനെയുള്ള പണിയൊന്നും എടുക്കുന്നില്ല, അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ലേശം പേടിയും ഉണ്ടാവും, അതെന്താണെന്ന് ചോദിക്കണ്ട, അതൊക്കെ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. അന്ധഭയം ഇരിക്കട്ടും, തവളം പറഞ്ഞ പോലെ അന്ധഭയം ഇരിക്കട്ടും, അത് വേണം. ഒറിജിനൽ കളിയല്ലേ കളിക്കുന്നത്, കള്ളക്കളിയില്ലല്ലോ. അപ്പം അന്നേരം ഭയം ഉണ്ടാവും, സ്വാഭാവികമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ, പുറത്തോ എന്തോനെ ഓനാരാന്നൊക്കെ പറയും, പക്ഷേ ഉള്ളിൽ പേടിയുണ്ടാവും. അത് ദൂരെ നിന്ന് പേടിപ്പിക്കാൻ കഴിയുമെന്ന് ഈ ദൈവികതയുടെ വേറൊരു ബലമാണ്. വളരെ ദൂരത്തിൽ നിന്നിട്ട് പേടിപ്പിക്കാൻ പറ്റും, അത് നിങ്ങൾക്കറിയായിട്ടാ. പറയേണ്ട പോലെ പറഞ്ഞാൽ വളരെ ദൂരത്തിൽ നിന്നിട്ട് പോലും ഭയപ്പെടുത്താൻ സാധിക്കും. എത്രയോ കിലോമീറ്റർ ദുബായിലുള്ളവനെ ഇവിടെ ഇരുന്ന് പേടിപ്പിക്കാൻ പറ്റും. അതാണ്, ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കൂടി പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ തീർന്നു. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ശബരിമല കാര്യത്തിൽ 6 കോടതി കൊടുത്ത സമയം. ഏതായാലും ഇനി ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, 6 ആഴ്ച കഴിയട്ടെ എന്നിട്ട് പറയാം. നമ്മളെപ്പോഴും ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. നമുക്ക് നോക്കാം കാര്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് എങ്ങോട്ടാണെന്ന്.
അയ്യപ്പൻ ആരെയും വിടില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാത്തിരുന്ന് കാണാം. ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെടാം. അത് ഫോൺ ചെയ്ത് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ബന്ധപ്പെടാൻ പറ്റുള്ളൂ, അങ്ങനെ വരാൻ പറ്റുള്ളൂ. അല്ലാതെ ഓൺലൈനിൽ അറിയേണ്ടവർക്ക് അങ്ങനെ ഡേറ്റും ടൈമും അയച്ചുകൊണ്ട് അങ്ങനെയും അറിയാം. അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.